എന്ത് ചോദിച്ചാലും സമയമില്ല, എപ്പോ വിളിച്ചാലും ബിസി. പക്ഷെ നിന്റെ ഫ്രണ്ട്സിനോട് ഫുൾ ടൈം കള്ളൂടിയും വെള്ളടിയും ട്രിപ്പടിയും ഒക്കെ അല്ലേ? നീ ഇത്ര ക്രൂരായിട്ട് എന്നോട് സംസാരിക്കരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ ബർത്ത്ഡേക്ക് ഒരു വലിയ ചോക്ലേറ്റ് ബോക്സ് ഒക്കെ എത്തിച്ചിരുന്നല്ലോ, അതിനെ പറ്റി എന്തെങ്കിലും മെൻഷൻ ചെയ്യണ്ട. എടാ, എന്റെ ബർത്ത്ഡേക്ക് നമ്മൾ എങ്ങോട്ട് ട്രിപ്പ് പോകുന്നാ പറഞ്ഞേ? അത് പിന്നെ എന്നൊരു സ്ഥലമില്ല, നമ്മള് വീഗാലാൻഡിലോട്ട് പോകുന്നാ പറഞ്ഞേ. അത് ഞാൻ നിഷേധിക്കുന്നില്ല. നിഷേധിക്കണ്ട. കാരണേ നീ നിന്റെ കൂട്ടുകാരന്റെ കല്യാണ വീട്ടിൽ പോയി അവിടെ നിന്ന് ജവാനും അടിച്ച് വെളിവും ബോധവും ഇല്ലാതെ കേട്ടാ നിന്ന് എന്റെ 150 മിസ് കോള് കണ്ടപ്പോ നിന്റെ കൂട്ടുകാരൻ, അതായത് കല്യാണ ചെക്കൻ, അവനാണ് എനിക്ക് ചോക്ലേറ്റ് ബോക്സ് അയച്ചു തന്നെ. എന്നിട്ട് ഇപ്പൊ അതിന്റെ അവകാശം എന്ന് പറഞ്ഞ് വന്നേക്കുന്നയാ. കല്യാണമല്ലേ? കല്യാണം അല്ലേ? ഓ, ഹലോ Edo, I'm sorry. I can't make it today. എടി, ഇതിപ്പോ 3ാമത്തെ ഡേറ്റിംഗ് ആണ്. നീ ഇപ്പൊ വരാന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുന്നേ. എനിക്ക് വേറെ ജോലിയിലായിട്ടല്ല ഞാൻ ഈ വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്ക്. എന്റെ വർക്ക് അത്ര ഹെക്ടിക്കാണ്, തനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. വേണ്ട, ഇനിയിപ്പം മനസ്സിലാക്കാൻ ഒന്നുമില്ല. ഈ റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എനിക്കും സെൽഫ് റെസ്പെക്ട് ഇത്തിരി കൂടുതൽ തന്നെയാണ്. കൂടുതലാന്ന് പറഞ്ഞാൽ ഇച്ചിരി അധികം കൂടുതൽ തന്നെയാണ്. സത്യം പറയാലോ, നിന്നെയൊക്കെ നോക്കി എന്റെ ഇത്രയും സമയം ഞാൻ വെറുതെ കളഞ്ഞു. ഇനി നിന്നോടൊക്കെ പ്രേമമില്ല, ഒരു കോപ്പുമില്ല. എന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നിന്നെ പ്രേമിക്കാൻ ചെറുപ്പക്കാരുടെ ക്യൂ ആണ്. തള്ളുമതിയാക്കി ആടാ, ഉണ്ടാവുമല്ലോ. ചെറുപ്പക്കാരുടെ ക്യൂ അല്ല, നല്ല വെയിറ്റ് ചെയ്ത ആൾക്കാർ നിൽക്കുന്നുണ്ടോ? തള്ളുമതിയാക്കി കാണണോടാ? നിനക്ക് കാണണോ? കാണണം. ആഹാ, നീ പോകുന്നതിന് മുന്നിലേ ഈ കഫേന്ന് തന്നെ ഞാൻ ഒരു ബോയ് ഫ്രണ്ടിനെ സെറ്റ് ആക്കോടാ. എന്നാ ഞാൻ നിന്നെ സമ്മതിക്കാം. ആഹാ, പ്രേമെന്ന് പറഞ്ഞിട്ട് എല്ലാ ഡേറ്റിംഗ് ആപ്പുകളും കൂടി എന്നെ പറ്റിച്ചു. എന്തിനാണാവോ ഇങ്ങനെ? ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുമില്ല, ഒരു മിറിൻ്റെയും നിന്നെ മായുമില്ല, പെണ്ണുമില്ല, ഇനി രണ്ടും ആരുമില്ല. ഇനി ഗേൾഫ്രണ്ട് ഉണ്ടോ? ആ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്രയോ രാത്രി കണക്കെ ശോഭിച്ചിരുന്നു. ഗേൾഫ്രണ്ട് ഇല്ല. അപ്പൊ വല്ല അവിഹിതം? അത് പാടാനുള്ള കവിതയും ഇല്ല, അവിഹിതവും ഇല്ല. എന്നാ നമുക്ക് പ്രേമിച്ചാലോ? ഇത്ര പെട്ടെന്ന്? ടൈമില്ല, പെട്ടെന്ന് പറ. പിന്നെന്താ, പ്രേമിക്കാം. എണീക്കണോ? പിന്നെ ഷുവർ. Tak thi thin, tak thi, 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 tak thi thin, tak thi. ജനഗണമന കഴിഞ്ഞു, ഇരിക്കാം. എടോ, താങ്ക് യു. ശേ, അതിനൊക്കെ എന്തിനാ ഇത്ര ഫോർമാലിറ്റി? അതൊന്നും കാര്യമാക്കാനില്ല. അതല്ല, തമാശക്കാണെന്ന് അറിഞ്ഞിട്ടും താൻ എനിക്കൊരു കമ്പനി തന്നല്ലോ. തമാശക്ക് അപ്പൊ വീണ്ടും തേപ്പാ. ഞാൻ തമാശക്കൊന്നും അല്ലായിരുന്നു. അല്ല, ഞാൻ തമാശക്ക് പറഞ്ഞാ. അല്ല, ഞാൻ തമാശക്കല്ല, ഞാൻ സീരിയസ് ആയിരുന്നു. അയ്യോ, പണി ഭാവിയോ? പാളി, ശരിക്കും പാളി.
എടോ ഇങ്ങനെയൊക്കെ ഒരാൾ എങ്ങനെയാണോ പ്രേമിക്കുന്നത്? അതിനൊക്കെ ഒരു ചിട്ടയും വട്ടൊക്കെ ഇല്ലേ? ഒന്ന് സെറ്റ് ആവണ്ടേ നമ്മൾ തമ്മില്? ഇങ്ങനെയൊക്കെ പ്രേമിച്ചാൽ എന്താ? ദേ ദേ പെണ്ണെ വെറുതെ മിറിന്റെയും കുടിച്ച് ഇവിടെ മായം കുടിച്ചിരുന്ന എന്നെ വിളിച്ചിട്ട് ബിരിയാണി ഇല്ലാന്ന് പറഞ്ഞാണ്ടല്ലോ. ഒരു എക്സാമ്പിളിന് എനിക്ക് ഏറ്റവും ഇഷ്ടം പട്ടിയാളെയാണ്. തനിക്ക് പട്ടിയാളെ ഇഷ്ടമാണ്? എടി നിന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഏത് പട്ടിനെ ഇഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ്, അറിയോ? പിന്നെ അത് മാത്രമല്ല, എൻ്റെ അമ്മാവൻ്റെ പേര് കൈസർ എന്നായിരുന്നു. പുള്ളിക്ക് ഒരു 11 പട്ടികളുണ്ടായിരുന്നു. കൂടാതെ അച്ഛനും ഒരു പട്ടിയുണ്ട്, അറിയോ? തോന്നിയായിരുന്നു? എന്ത്? അല്ല, പട്ടിയാളെ ഇഷ്ടമാണെന്ന് തോന്നിയായിരുന്നു? എനിക്കിഷ്ടാ. ഒരു എയർ റൂട്ട് ബിസ്ക്കറ്റും 2 തലോടലും കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹത്തിന് വേണ്ടി ജീവിതാവസാനം വരെ വാലാട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ എന്തോ എനിക്ക് ആ ബിസ്ക്കറ്റും ഇഷ്ടമല്ല, അവറ്റങ്ങളും ഇഷ്ടമല്ല. ഞാൻ കണ്ട കല്ലെടുത്തെറിയും. അതുകൊണ്ടാണോ പട്ടിയാളെ ഇഷ്ടമല്ലാത്ത? അതുകൊണ്ട് മാത്രമൊന്നുമല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഒളിച്ചുകൊണ്ട് ചിരിക്കാറുമില്ല, മോഹിച്ചുകൊണ്ട് വഞ്ചിക്കാറുമില്ല. ഇതെവിടെയോ. അതിപ്പം മനുഷ്യന്റെ ഭാഷ എല്ലായിടത്തും ഒരുപോലെയല്ലേ, കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിങ്ങനായിരുന്നില്ല. എൻ്റെ വിൻസിമോളെ നീ അത് വിട്. വിൻസിമോൾക്ക് എത്ര കുട്ടികളുണ്ട്? വാട്ട്? അല്ല, വീട്ടില് എത്ര പട്ടിക്കുട്ടികളുണ്ടെന്ന്. ഓ അങ്ങനെ. എന്റെ വീട്ടിലൊരു കുഞ്ഞു ഡോഗാണോ? കുഞ്ഞാ? അല്ല അത് പോട്ടെ, ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരി ആരാ? എനിക്ക് എസ് ജാനകി. എസ് ജാനകി? വാട്ട് സർപ്രൈസ്. എൻ്റെ അമ്മയുടെ പേര് എസ് ജാനകി എന്നാ. എസ് ഇല്ല, ജാനകി എന്നാ. അയ്യോ, അമ്മയ്ക്ക് വേണ്ടി ഒരു പിച്ച്, സെയിം പിച്ച്. ഞാൻ പറഞ്ഞില്ലേ നമ്മ അമ്മേന്റെ മാച്ചാന്ന്, ഞാൻ പറഞ്ഞില്ലേ മാച്ചാന്ന്, അതാണ്. എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ശരിയാവുന്നു. ഈ പിച്ച് ഇതോ? അതൊക്കെ ശരിയാവും, കുറച്ചേരം പാട് പോകും. അതല്ല, പിന്നെ നമ്മൾ തമ്മിലുള്ളത്. നമ്മ തമ്മിലൊക്കെ ശരിയാവും. കുറച്ചും കൂടി നമ്മ ഇതിനു വേണ്ടിട്ടൊന്ന് കഠിന പ്രയത്നിച്ചാൽ എങ്ങനെ ഇരിക്കും? മനസ്സിലായില്ല. മനസ്സിലായില്ല എന്ന് പറഞ്ഞ, അതായത് ഇപ്പൊ ഒരു ട്രിപ്പൊക്കെ പോയി ജോളിയൊക്കെ അടിച്ച് 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ വിൻസി മോൾക്ക് എന്നോട് ചെറിയൊരു ലെപ്പൊക്കെ തോന്നില്ലേ? ഇത് എനിക്ക് ജോലിയാവുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഇതെന്താ പ്രശ്നം എന്നറിയോ? ഇപ്പൊ ഇതൊക്കെ മാച്ചുകളാ, എന്നിട്ട് നമുക്കൊരു കോഫി കുടിച്ചാലോ? ഞാൻ കോഫി കുടിക്കാറില്ല. വേണ്ട, എൻ്റെ വിൻസി മോൾക്ക് വേണ്ടി ടീ ഓർഡർ ചെയ്യും. ടീയും കുടിക്കാറില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു സാധനങ്ങളും കഴിക്കാറില്ല. വേണ്ട, നമുക്ക് ഒരു മിറിൻഡ കുടിച്ചാലോ? മിറിൻഡ അല്ല, മായാണ്. നായിന്റെ മോനെ ഞാൻ. ചുമ്മാ പേടിപ്പിക്കാൻ. എനിക്കങ്ങനെ ദേഷ്യം വരില്ല. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മൾ തമ്മിൽ ചേരില്ലാന്ന്? ദൈവമേ, ഈ വഞ്ചി കടൽ വിട്ട് പോവാണല്ലോ കയ്യിൽ. ഒരു മിനിറ്റ്. അതെ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഹായ്. എനിക്കെല്ലാം പറഞ്ഞിറങ്ങി. ശരി. ഓക്കെ, നമുക്കൊരു ട്രിപ്പ് പോവാം. അല്ല, നമുക്കിതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കാം. ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കാം നമുക്ക്. അതെന്താണെന്നറിയോ, ഇനിയൊരു വേറൊരു ട്രിപ്പൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും, നമ്മൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ദുസ്വപ്നമായിട്ട് ഞാൻ മറന്നു കൊള്ളാതെ. അതാണ്. സീരിയസ് ആയിട്ട് പറയണോ? വളരെ ഡാം ഷുവർ, സീരിയസ് ആണ്. നീ മരിച്ചതായി ഞാനും, താൻ മരിച്ചതായി താനും കരുതുക. പിന്നെ ഞാൻ ചുംബിച്ച ചുണ്ടുകൾ, അത് വേണ്ട. അപ്പൊ എന്തായാലും പോവല്ലേ? ഓക്കെ, ശരി എന്നാ. ബൈ. ബൈ.
എന്തായാലും അവള് വരുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ. അല്ലെങ്കിൽ ഇവളും അവളും ഒക്കെ കൂടി ബോയും കളിച്ച് നമുക്കൊട്ട് താല്പര്യമില്ല. നമ്മളാരാ മോൻ? ബേബ്സ്, എടോ, തനിക്കായിരുന്നു ഞാൻ നേരത്തെ വിളിച്ചത്. ആള് മാറിപ്പോയപ്പോ ഒന്ന് പറയായിരുന്നില്ലേ? ആള് ഉണ്ട, താനായിട്ടൊന്നും എന്നെ ഒരു ബന്ധമില്ല. ഞാൻ എന്റെ കസിനെ പിക്കാൻ വിളിച്ച നമ്പർ കറക്റ്റ് തന്റെയിലേക്ക് മാറിപ്പോയി. ശരി എന്നാ. ഈശ്വര, ഇതിപ്പോ അവളും പോയി ഇവളും പോയി. എന്റെ മിറിന്റെ അല്ല മായും മാത്രം. അയ്യോ, മര്യാദ കൊച്ചു പറഞ്ഞതായിരുന്നു ഇഷ്ടം ട്രിപ്പ് പോവാത്. അപ്പൊ എനിക്ക് എല്ലിന്റെ ഇടയിൽ കുത്തില്